എല്ലാവർക്കും നമസ്കാരം. campsetters പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുണ്ടോ, നല്ല ഒന്നാം തരം ബീഫാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇട്ടൂപ്പ് ചേട്ടൻ വെട്ടി തന്ന ബീഫാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് സ്വർഗത്തിലെ ബീഫ് കറി. സ്വർഗം താണിറങ്ങി വന്ന പോലെ ഒരു ബീഫ് കറിയാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് അതിനകത്തേക്ക് ഈന്തപ്പഴവും വൈനും ഒക്കെ ചേർത്ത് ഇളക്കി ഒരു അടിപൊളി ബീഫ് കറിയും കൂടെ നല്ല വെള്ളയപ്പവും. സ്വർഗത്തിലെ ബീഫിലേക്ക് ആദ്യം പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ്, പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നല്ല മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചത്, ഏറ്റവും അവസാനം ശകലം കുരുമുളകും കൂടെ. ഇത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതയ്ക്കോ ഇടിക്കോ ഒന്നും വേണ്ട. ഇതിലേക്ക് കുറച്ച് നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിക്കണം. സാധനം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയും കഴുകി വൃത്തിയാക്കി, അത് മുന്നമേ കഴുകി വൃത്തിയാക്കണം, ഇപ്പം കഴുകാൻ നിൽക്കരുത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5-2 മണിക്കൂറത്തേക്ക് പിന്നെ അങ്ങ് മൂടി വെക്കണം. അപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മൺകലം വെച്ച് കൊടുക്കാം. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ബീഫും ചെറിയുള്ളിയും ഒക്കെ ഇങ്ങനെ കോരി കോരി അല്ല പിടിച്ച് എടുത്ത് അങ്ങോട്ടിടണം. ഇനി ആ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ആട്ടിയെടുത്തിട്ട് ഇതിനകത്തോട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മസാല നഷ്ടപ്പെടത്തില്ല. ഈ പുഴയുടെ തീരത്തെ ഇങ്ങനെ ഇരുന്ന് കാറ്റും കൊണ്ട് അരിയുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. അപ്പം നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇതുണ്ട് കറുവായുടെ ഇല, വഴനയിലയല്ല കറുവായിലയാണ്. അതൊരു 2-3 നമുക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊരു 1-1.25 മണിക്കൂറോളം നിന്ന് തിളച്ച് കേട്ടോ. നമുക്കിനി നോക്കാം എങ്ങനെയായി. അടിപൊളി, എന്താ സ്മെല്ല്. ആ കറുവായുടെ ഇലയും കൂടെ അങ്ങോട്ട് ചേർന്നപ്പോഴത്തേക്ക് ഇതുണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ബീഫ്. നമുക്കിതിനെ അങ്ങ് വാങ്ങിയേക്കാം. നമുക്കിതിനെ അങ്ങ് വാങ്ങാം. നല്ലൊരു ഇരുമ്പ് ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ചൂടായി. നമുക്കൊരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നു. അടുത്തത് ഉണക്കമുന്തിരി. ഇതുണ്ടോ, മുന്തിരി ഇങ്ങനെ ഉരുണ്ട് വലുതായി വരുമ്പോഴാണ് ഇത് കോരേണ്ടത്. കോരി കഴിഞ്ഞ് പിന്നെ ചെറുതായി പോകും കേട്ടോ. സ്വർഗത്തിലെ ബീഫാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ വറുത്ത് ചേർക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നല്ല ഈന്തപ്പഴം ഡേറ്റ്സ്. ഇത് കുരു ഇല്ലാത്ത ഐറ്റമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഇത് വലിയ മധുരം ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. അതായത് എക്സ്ട്രാ മധുരം ചേർക്കാത്ത ഐറ്റമാണ്. അതിങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഈ ദുനിയാവിൽ ആരും കൊടുക്കാത്ത വിലക്കുള്ള ഈത്തപ്പഴം നമ്മൾ കോരാൻ വേണ്ടി പോവാം. ഈ ഈത്തപ്പഴം വേകുമ്പോഴത്തേക്ക് ഇത്ര സ്മെല്ലുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. എന്താ സ്മെല്ല് ഇതിന്, ഈത്തപ്പഴത്തിന് എണ്ണയിൽ വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അത് വറുത്ത എണ്ണ തന്നെ ഇങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ സ്വർഗത്തിലെ ബീഫ് കറി ആയതുകൊണ്ട് നമ്മുടെ സവോള അരിഞ്ഞു കഴുകി തോർത്തി വാരി എടുത്തതാണ് ഈ സവോള. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. വഴന്നു തുടങ്ങി, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കൊത്തി മഞ്ഞൾ വരട്ടിയ തേങ്ങാ കഷ്ണങ്ങൾ, കാണാൻ തന്നെ രസമുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇരിയുന്നില്ല, രണ്ട് രണ്ടായി തന്നെ. അയ്യോ, കണ്ണിലോട്ട് പോയിടിച്ച് കയറുന്നേ. കുറച്ച് മിൻറ്റ് അഥവാ പുതിന തന്നെയല്ലേ എന്ന് പറയുന്നത്. ഇത്ര ശകലം മസാല ചേർക്കുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ കാണിക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവാൻ വെച്ച ബീഫ് അങ്ങ് മറിക്കുക. നമ്മുടെ സ്വർഗം താണിറങ്ങി വന്ന ബീഫ് കറി അങ്ങ് തുറക്കുകയാണ്. എന്താ പൊന്നു, എന്താ സ്മെല്ല്! ഇത് 4 ഘട്ടമായിട്ടാണ് കറി വെക്കുന്നത്. ഇനി ഈ തക്കാളി ഇവിടെ കിടന്ന് വെന്ത് അലുത്ത് ഇതിനകത്ത് ഇറങ്ങണം. അത് കഴിയുമ്പോഴാണ് അടുത്ത സെറ്റ് ചേർക്കുന്നത്. അങ്ങനെ 3ാം ഘട്ടമായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നു നമ്മുടെ കാഷ്യൂ നട്ട് ആൻഡ് മുന്തിരി. വേണ്ട മോനെ, ഇതാണ് സുപ്രധാന ഐറ്റം, ബീഫ് സ്വർഗം. അമ്പടാ, ആ മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. മുന്തിരി, കാഷ്യൂ നട്ട്, ഈത്തപ്പയം. ഈത്തപ്പയാണ് മോനെ സാധനം. ഇതാണ് ബീഫ് കറി എന്ന് പറയുന്ന സാധനം. ഇനിയാണ് നമ്മുടെ സുപ്രധാന ഐറ്റം വരുന്നത്. നമ്മൾ കുറച്ച് കാലം മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു വൈനുണ്ട്. അതിപ്പോഴാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മായൻകുട്ടി വി കണ്ണൂറുള്ള നമ്മുടെ ആയുധശാലയിലായി എടുത്തിട്ട് വാ. ഇതാണ് സാധനം. ഇത് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ പൊട്ടിച്ചിട്ട് അടപ്പ്. ഇത് നമ്മൾ ശകലിച്ചേക്ക് ഒഴിക്കാൻ പോകാമേ. അമ്പട, അതിൻ്റെ കളറ് കണ്ട. എന്നിട്ടത് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യും. എന്തൊരു മണമാണ് വരുന്നത്! നല്ല വൈന്, കാഷ്യൂ നട്ട്, ഈത്തപ്പയം, മുന്തിരി എല്ലാം കൂടെ ചേർന്നിട്ട് എൻ്റെ പൊന്നോ. ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കാവേ. നല്ല ചൂട് ബീഫ് ഇതെങ്ങനെ എടുത്തിട്ട് എൻ്റെ മക്കളെ വേറെ ലെവൽ സാധനം. കുറച്ചുകൂടെ ചേർക്കാം, വൈൻ കുറച്ചുകൂടെ ചേർക്കാം. ബാക്കിയും കൂടി ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ. ഈ വൈനെ കുറച്ചങ്ങോട്ട് നന്നായിട്ട് ഒഴിക്കാം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ സാറേ. അപ്പോൾ അതാണ്ട് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന്. ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, പകരം ഇവരെ കൊണ്ട് ഇന്ന് കഴിപ്പിക്കുകയാണ്. ഇവർക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. തിരിച്ചിടും.
എന്നിട്ട് ഞാനൊരു സ്വർഗത്തിലെ ദൂതനെ പോലെ വന്ന് ഈ സ്വർഗത്തിലെ ബീഫ് കറി വിളമ്പാൻ വേണ്ടി പോവുകയാണ്. ഇനി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ. ഞാൻ മാറി നിൽക്കട്ടെ. കഴി വിജി എങ്ങനെയുണ്ട്? നല്ല മധുരം എരിവും മധുരം എരിവും എല്ലാം ചേർന്ന ഒരു പ്രത്യേക രുചിയാണ്. ഇവിടെ ഈന്തപ്പഴം എടുത്തില്ലേ? ഈന്തപ്പഴം കിട്ടിയില്ലേ? ആർക്കും ഈന്തപ്പഴം കിട്ടിയില്ലേ? ഈന്തപ്പഴം കിട്ടിയില്ലേ? ഈന്തപ്പഴം തരാം. ഇതാ ഈന്തപ്പഴമാണ് ഇതിനകത്ത് മെയിൻ. ഇല്ലേ ഈന്തപ്പഴം എവിടെ? ഈന്തപ്പഴമൊക്കെ അടുത്ത് കയറുന്നു. അതാണ്ടേ ഈന്തപ്പഴം കഴിച്ചു. ഈന്തപ്പഴം ഒരു രക്ഷയില്ല കേട്ടോ. എവിടെ കല്യാണ സൗകര്യത്തിൽ എവിടെ? ഞാൻ എടുത്തായിരുന്നു. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കാം. ഇച്ചിരി അപ്പം എടുത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ മുക്കി എടുത്തിട്ട് സൂപ്പർ. മധുരം, പുളി, ഉപ്പ് എല്ലാം കൂടെ കൂടിയൊരു സംയോജിത ഐറ്റമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ബീഫ് പോലെ തന്നെ. കാഷ്യൂ നട്ട് സകല സാധനമുണ്ട്. കഴി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് ഞാൻ തന്നെ പറയുന്നു എന്നുള്ള പരാതിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് ഇതെല്ലാം. ഇത് വേറെ ആരുമല്ല, അറക്കൽ അബുവിൻ്റെ സിസ്റ്റേഴ്സാണ് ആ രണ്ടുപേരും ഇരിക്കുന്നത്. പിന്നെ അത് ജിത്തിൻ എൻ്റെ കസിനാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയുമായി വരുന്നവരേക്കും ദിസ് ഈസ് മാർക്ക് ആൻ്റണി ആൻഡ് അറക്കൽ അബു ആൻഡ് ഫാമിലി സൈനിങ് ഓഫ്. ബൈ. ഇത്